ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് 12 വയസ്സ് മാത്രമുള്ള മറ്റൊരു പെൺകുട്ടിയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 35 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരമ്മ, അവളുടെ മകൻ്റെ കൂട്ടുകാരനെ 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന്, അതായത് സ്കൂളിലേക്ക് എത്തിയ കുട്ടിയെ അവിടുന്ന് എങ്ങനെയോ പ്രലോഭിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. വീട്ടുകാർ കൊടുത്ത പരാതിയിൽ പോലീസ് എറണാകുളത്തുനിന്നോ മറ്റോ അവർ രണ്ടുപേരെയും പിടികൂടുന്നു. ആ സമയത്ത് എല്ലാ മാധ്യമങ്ങളിലും ഈ സ്ത്രീയുടെ ഫോട്ടോ ഭയങ്കരമായിട്ട് ബ്ലർ ചെയ്താൽ കാണിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഇവരുടെ ഫോട്ടോയൊക്കെ വെളിയിൽ വരുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു വാർത്തയിൽ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന 23 വയസ്സുകാരിയുടെ ഫോട്ടോ അത്യാവശ്യം എല്ലാ മാധ്യമങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും നമ്മൾ പറയത്തില്ലേ, ഈ പറയുന്ന സ്ത്രീയും പുരുഷനും എപ്പോഴും ഇക്വാളിറ്റി വേണം എന്ന് സംസാരിക്കുന്ന സമയത്ത് പോലും മിക്കപ്പോഴും എന്നല്ല, ഏകദേശം 75% സ്ത്രീക്ക് പല തരത്തിലും പ്രിവിലേജസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ജുനൈദ് എന്ന് പറയുന്ന മരിച്ച വ്ളോഗറിന്റെ വീഡിയോയ്ക്കകത്തും പറഞ്ഞൊരു കാര്യമാണ്. അതായത് 2 വർഷമായിട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കാൻ അയാൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം ആ പുരുഷൻ, അതായത് ആ വ്യക്തി വിളിച്ച സ്ഥലങ്ങളിലേക്കെല്ലാം ഈ സ്ത്രീ സ്വമേധയാ പോയ സാധനമാണ്. അതല്ലാതെ ആ പയ്യൻ അല്ലെങ്കിൽ ആ ചെറുക്കൻ വീട്ടിൽ ചെന്നിട്ട് ചാക്കി കെട്ടി സ്ത്രീയെ വലിച്ചു കയറ്റി കൊണ്ടുപോയതൊന്നുമല്ല ഈ ഹോട്ടലിലും പല റൂമുകളിലും എന്ന് പറയുന്നത്. അപ്പം ഇഷ്ടപ്രകാരം പോയതിനു ശേഷം പിന്നീട് ഒരു അവസരത്തിൽ അയ്യോ അവൻ എന്നെ പീഡിപ്പിച്ചു, എനിക്ക് ഇഷ്ടമില്ലാതെ എന്ന് പറയുന്ന ഈ ആവശ്യമില്ലാത്ത ഈ ഒരു ഇരവാദം എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. ഇഷ്ടപ്രകാരം പോയിട്ട് പിന്നെ ഈ പറയുന്ന പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ മാനക്കേട് പെണ്ണിന് തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ടേ നോ പറയാനായിട്ട് ശീലിക്കണമായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സ്ത്രീക്ക് പ്രത്യേകമായിട്ടുള്ള ചില പ്രിവിലേജസ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കിട്ടുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥ നല്ല രീതിക്ക് ജീവിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പെടുമ്പം അവർക്കത് നിഷേധിക്കപ്പെടാനും ഇത് കാരണമായി തീരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 12 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയിലെ സ്കൂളിലെ അധ്യാപകർക്ക് സംശയം തോന്നിയ വിധത്തിൽ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്ന സമയത്ത് ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഫോൺ കിട്ടുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊന്നും വന്നത് ഞാൻ കണ്ടില്ല. കാരണം 12 വയസ്സുള്ള പെൺകുട്ടി ഏകദേശം ഞാനൊക്കെ പഠിച്ച രീതിയാണെന്നുണ്ടെങ്കിൽ 6 വയസ്സിൽ 1ൽ പഠിച്ചു, അങ്ങനെ ഒരു രീതിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 12 വയസ്സെന്ന് പറയുമ്പോൾ മേ ബി 7ാം ക്ലാസ്സിലായിരിക്കും. ഇനി അല്ലാതെ പഠിക്കുന്നവരുണ്ട്, അപ്പം ചിലപ്പോൾ 8ാം ക്ലാസ് വേണമെങ്കിൽ അത്രയും പറയാം. പക്ഷേ 7ലോ 8ലോ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഫോൺ കയ്യിൽ എന്തിനാണ് കൊടുത്ത് മാതാപിതാക്കൾ വിടുന്നതെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ഭയങ്കര വിജിലൻ്റായി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭയങ്കര പേടിയുള്ള മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളെ സ്കൂൾ ബസ്സിലാകുമ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് സ്കൂൾ ബസ് പിക്ക് ചെയ്യും. അതിനുശേഷം നേരെ സ്കൂളിലായിരിക്കും ചെല്ലുന്നത്. അതിനുശേഷമുള്ള കുട്ടികളുടെ കാര്യങ്ങൾ അറിയാനാണെങ്കിൽ സ്കൂളിൽ ഫോൺ നമ്പർ കാണും, അവിടെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കാൻ പറ്റുന്നതാണ്. വൈകുന്നേരവും തിരിച്ച് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് എത്തുന്നതുകൊണ്ട് സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും ഭയങ്കര കെയറിങ് ആയിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ അതിലപ്പുറത്തേക്ക് എന്തിനാണ് ഈ കുട്ടികൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇതിൽ വേറൊരു ചാൻസ് ഉണ്ട്, അത് ഈ രക്ഷിതാക്കൾ ഒരുപക്ഷെ ഈ കുട്ടിക്ക് ഫോൺ ഉണ്ടെന്നുള്ള കാര്യം പോലും ചിലപ്പോൾ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഇത് ഈ സ്ത്രീ കൊടുത്തായിരിക്കും. കാരണം മറ്റൊരു ചാനൽ വന്ന വാർത്തയ്ക്കകത്ത് ഈ സ്ത്രീ സ്വർണ്ണ ബ്രേസ്ലെറ്റ് അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സത്യമാണെങ്കിൽ മേ ബി ചിലപ്പോൾ ഈ ഫോൺ മേടിച്ചു കൊടുത്തതും ആ പെൺകുട്ടി തന്നെ ആയിരിക്കും, 23 വയസ്സുകാർ തന്നെ ആയിരിക്കും മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഇവിടെ പ്രശ്നമുണ്ട്. കാരണം സ്കൂളിൽ പോകുന്ന തങ്ങളുടെ മകളുടെ ഈ പറയുന്ന ബുക്കോ അല്ലെങ്കിൽ ബാഗോ കാര്യങ്ങൾ പോലും ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല, എടുത്ത് വെക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം മാതാപിതാക്കൾ ഈ പറയുന്ന കുട്ടികളുടെ കാര്യത്തിൽ അത്രത്തോളം പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പല മയക്കുമരുന്ന് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകൽ, ഇങ്ങനെ കുറേയധികം കേസുകൾ വരുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, ചെറിയ നിസാര കാര്യങ്ങൾക്ക് വീട് വിട്ടിറങ്ങുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും കുട്ടികളെ അത്രയും കെയർ ചെയ്യാത്ത മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന സമയത്താണ് ഈ ഒരു വ്യക്തി പല പ്രാവശ്യം ഈ കുട്ടിയെ പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്, ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കുട്ടിയുടെ നഗ്നചിത്രങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം ഇത് പിന്നീട് പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് വിടും എന്നൊരു രീതിക്ക് ഭീഷണിപ്പെടുത്തുക. അത് മാത്രമല്ല മറ്റൊരു ആൺകുട്ടിയെ 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കൂടി ഈ സ്ത്രീ, അതായത് ഈ പെൺകുട്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ പറയുന്ന ആണുങ്ങൾ പീഡിപ്പിച്ചു, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ആണുങ്ങൾ തന്നെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് ഇതൊക്കെ നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ്. പീഡനം ഇങ്ങനൊരു വേർഡ് എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് 35 വയസ്സുകാരുടെ കാര്യം വന്നപ്പോഴത്തേക്ക് വാർത്തയിൽ അടക്കം പറയുകയാണ് ഇതെന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത് ഭയങ്കര ഒറ്റപ്പെട്ട സംഭവമാണ്. അന്ന് ഞാൻ വാർത്ത അല്ലെങ്കിൽ അതിന് റിയാക്ഷൻ ചെയ്ത സമയത്ത് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് പിന്നീട് ഭയങ്കര എന്ന് പറയുന്നത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമായി മാറുന്നത് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ വെളിയിൽ വരാത്തതായിരിക്കാം, മൂടപ്പെട്ട് പോകുന്നതായിരിക്കും. അതിലൊന്നാണ് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഒരു പെണ്ണ് തന്നെ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്നൊക്കെ
പറയുന്ന സമയത്ത് ഞാനിതിനെക്കുറിച്ച് ഭയങ്കര അവെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, ഞാനിത് കേട്ട് കേൾവി ഇല്ലാത്തൊരു സംഭവമാണ്, എനിക്കറിയാത്തൊരു കാര്യമാണ്. മേ ബി ഇതുപോലുള്ള സാഹചര്യങ്ങൾ വാർത്തകൾ വെളിയിൽ വരാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം കേൾക്കുന്ന സമയത്ത് ഒരു ഞെട്ടൽ മാത്രമാണ് ഉണ്ടാകുന്നത്. പെണ്ണിനെ പോലും വെറുതെ വിടാത്തൊരു കാലമാണെന്ന് അത് അത്രയും ഡീപ്പിലേക്ക് പോയി നമ്മുടെ ഒരു പ്രശ്നങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചൊരു സംഭവമല്ല. മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആണുങ്ങൾ മാത്രമാണ് സമൂഹത്തിൽ പ്രശ്നക്കാരായി വരുന്നത്, അല്ലെങ്കിൽ ചില സ്ത്രീകൾ അപകടകാരികളാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഈ പെൺകുട്ടികളെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള സ്ത്രീകൾ പോലും ഉണ്ട് എന്നൊരു സംഭവം. പിന്നെ ഒരു സമാധാനം അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ 23 വയസ്സുകാരി മയക്കുമരുന്നിന് അടിമയാണെന്നുള്ളൊരു സംഭവം വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പലതരത്തിലുള്ള അടിപിടി കേസുകളിലും ഈ പെൺകുട്ടി അതിനകത്ത് കേസിൽ പ്രതി ആയിട്ടുണ്ട്. ഇതിന് മുന്നൊരു വാർത്ത കൂടി വരുന്ന സമയത്താണ്. ഇതിനു മുന്നേ നമ്മളൊരു ഗുണ്ട പെണ്ണിനെ കുറിച്ച് നമ്മളിതിൽ പോലീസിനോട് മെക്കിട്ട് കയറുന്ന അങ്ങനെ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലുള്ള പെൺകുട്ടികൾ വ്യാപകമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, സ്കൂളിൽ കോളേജ് കേന്ദ്രീകരിച്ചൊക്കെ കഞ്ചാവ് പിടികൂടി, അല്ല SFI അങ്ങോട്ട് കുറ്റം പറയുന്നു, KSU തിരിച്ചു കുറ്റം പറയുന്നു. ഇപ്പം എന്തായാലും രണ്ടുപേരും കണക്റ്റ് ആയിക്കൊണ്ട് അതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന രീതിക്ക് കേൾക്കുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ആദ്യം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, അടിപിടി ഉണ്ടാവാതെ നിൽക്കുക, കോളേജ് ആയാലും സ്കൂളായാലും ഈ ലഹരി വിമുക്തമാക്കാനുള്ള നടപടികൾ അവിടെയുള്ള കുട്ടികൾ തന്നെയാണ് ലീഡേഴ്സായി നിന്നുകൊണ്ട് മാറ്റമുള്ളതെന്ന് പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും അതിശയം തോന്നിയ കാര്യം എന്ന് പറയുന്നത് ആ കോളേജിൻ്റെ വാർത്ത കേൾക്കുന്ന സമയത്ത്, കഞ്ചാവുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കുന്ന സമയത്ത് വാർത്തയിൽ കേൾക്കുകയാണ് പ്രിൻസിപ്പളാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം 1-2 വിരലിലുണ്ടാവുന്ന കുട്ടികൾ മാത്രമല്ല ഈ കഞ്ചാവ് സംഭവങ്ങൾ ആ കോളേജ് തലത്തിൽ ഉപയോഗിക്കുന്നത്, പലതരത്തിലാണ്, അത് വ്യാപകമായിട്ടാണ്. ഇതിനു മുന്നേ ഞാനൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. 14 വയസ്സുകാരൻ അവൻ്റെ സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുന്നു, മയക്കുമരുന്നിന് അടിമയാണ്. അത് മാത്രമല്ല അവൻ ലഹരി മരുന്ന് സ്കൂൾ തലത്തിൽ ഈ പറയുന്ന വിൽപ്പന നടത്തുന്ന ഒരു ഏജൻറ്റ് കൂടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ നമ്മുടെ ഓരോ സ്കൂൾ കേന്ദ്രീകരിച്ചും കോളേജ് തലത്തിലായാലും എന്തുമാത്രം കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവരൊക്കെ വെറും കാരിയേഴ്സ് മാത്രമാണ് ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഇതിന് പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കഞ്ചാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മൾ കുറേ ആൾക്കാരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊരു വാർത്ത മാത്രമാണ് കേൾക്കുന്നത്. അതിലപ്പുറത്തേക്ക് കഞ്ചാവ് കൃഷി ചെയ്ത് ഇത് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങൾ കാണും, അത് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളും നമ്മൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നില്ല. അവിടുന്ന് പിടിച്ചു, ഇവിടുന്ന് പിടിച്ചു, അവരെ പിടിച്ചു. പിന്നെ കേൾക്കുന്ന വാർത്തകളാണ് ഈ 10 കിലോ പിടിച്ചു, അല്ലെങ്കിൽ 5 കിലോ പിടിച്ചു, ചിലപ്പം 10 ഗ്രാം പിടിച്ചു എന്ന് പറയുന്നു, 100 ഗ്രാം പിടിച്ചു എന്ന് പറയുന്നു. ഈ പിടിച്ചവർ ഇതിനു മുന്നും ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയായിരുന്നു എന്ന് കേൾക്കുന്ന സമയത്താണ് ഭയങ്കര ലജ്ജാവഹമായിട്ട് തോന്നിയെന്ന് പറയുന്നത്. കാരണം ഇന്ന് ഞാനൊരു വാർത്ത കണ്ടതാണ്, കൊക്കെയിൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു 100 ഗ്രാമോ എന്തോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം കഠിന തടവ്, അതിൽ കൂടുതലാണെങ്കിൽ 20 വർഷം കഠിന തടവ്. പക്ഷേ ഇവിടുന്ന് കൊക്കെയിനൊക്കെ പിടിക്കുന്ന വാർത്തകൾ പലതരത്തിലും വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഈ 9-10 വർഷമൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കൊക്കെയിനും MDMA ഒക്കെ ആയിട്ട് എത്ര പേര് സുലഭമായിട്ട് ഇറങ്ങി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ കോളേജ് തലത്തിലൊക്കെ. അത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിലായാലും എക്സൈസിൻ്റെ നേതൃത്വത്തിലായാലും ഈ പറയുന്ന വിമുക്തി പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന യോദ്ധാവ് പോലുള്ള പലതരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ മക്കളെ നിങ്ങൾക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമാക്കും, നിങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പ്രശ്നത്തിലാക്കും എന്ന് ആ കുട്ടികളുടെ അടുത്ത് നമ്മൾ നല്ല പാഠം പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും ശരിയാവുന്നില്ല. ഇതിൻ്റെ ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് എവിടെ നിന്നാണോ സപ്ലൈ ചെയ്യപ്പെടുന്ന ആ സപ്ലൈയെ ഇല്ലാതാക്കുക എന്നൊരു സംഭവമാണ്. അതായത് ഇതിൻ്റെ റൂട്ട് ഇല്ലാതാക്കുക എന്നൊരു സംഭവമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ നാട് ഇതിൽ നിന്ന് വിമുക്തമാകത്തുള്ളൂ. അതിലപ്പുറത്തേക്ക് എത്ര ഈ തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തിയാലും ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാലും ഇതിൽ യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്യം എന്ന് പറയുന്നൊരു കാര്യം കൊണ്ട് ഇപ്രാവശ്യം നമുക്കറിയാം 1 വർഷത്തെ കഴിഞ്ഞ് 1 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മദ്യപിച്ച് വീട്ടിൽ വന്നിട്ട് ഭാര്യയെ കൊന്ന് മക്കളെ കൊന്ന് ഉപദ്രവിച്ച് അങ്ങനെ ഒരുപാട് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത തരത്തിലേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ മദ്യം നിർത്തലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ നാടിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണെന്ന് സർക്കാരിനായാലും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനായാലും അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന ഒരു നല്ലൊരു ഭാഗം ടാക്സ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മദ്യവിൽപ്പനയിലൂടെ തന്നെയാണ്. ഈ പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നികുതി എന്ന് പറയുന്നൊരു സംഭവം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ലോട്ടറി, മദ്യം, ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ആദായം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും നിർത്തലാക്കാൻ പോകുന്നില്ല. അപ്പം ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമം കർശനമാക്കുക എന്നൊരു സംഭവം മാത്രമേ
ഉറപ്പായിട്ടും അതേ പറ്റത്തുള്ളൂ. നിയമത്തിൻ്റെ പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികളടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സപ്ലൈസ് ആയിട്ട് മാറുന്നെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് പൈസയോടുള്ള കുട്ടികളുടെ ആർത്തി അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. അതിലപ്പുറത്തേക്ക് കുട്ടികളെ നിയന്ത്രിക്കാത്ത മാതാപിതാക്കൾ, കുട്ടികളുടെ പോക്ക് എന്തെന്ന് പോലും മനസ്സിലാവാത്ത മാതാപിതാക്കൾ, കുട്ടികൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരെ ന്യായീകരിക്കുന്ന ആൾക്കാർ, സപ്പോർട്ടേഴ്സായിട്ട് മാറുന്ന ആൾക്കാർ, പിന്നെ അവർക്ക് അടിവളം ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ പറഞ്ഞ സൊസൈറ്റിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ഇതിനെ ഫുൾ ഇങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. എൻ്റെ കാരണം ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ പ്രശ്നം ലഹരി കൂടുന്നു. അത് കഞ്ചാവാട്ടെ, മയക്കുമരുന്നാവട്ടെ, MDMA ആവട്ടെ, കൊക്കൈൻ ആവട്ടെ, ഇനി എന്ത് തരത്തിലുള്ള ലഹരി മരുന്ന് ആയിക്കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ കാരിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ പിടിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഈ നാടിനുണ്ടാവുന്നില്ല. ഇത് മറ്റ് നാടുകളിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ഒമാനിൽ നിന്നാണ് വന്നിട്ടുള്ള മയക്കുമരുന്ന് പിടികൂടിയ ഒരു സംഭവമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, കൊറിയർ വഴി വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് പ്രോപ്പർ ചെക്കിങ് നടക്കാതെ വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട് ഈ കഴിഞ്ഞ് വരുന്നതെന്നൊരു സംഭവം അറിയാൻ പറ്റുന്നില്ല. പിന്നെ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ, അതും ഈ പറയുന്ന നാടിനെ മുടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണിത്. ഇതൊക്കെ സുലഭമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ റെയിൽവേ അത് അത്രയൊന്നും ഇതായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നില്ല. വിമാനത്താവളങ്ങൾ വഴി നടക്കുന്നത്. എന്നാൽ വിമാനത്താവളത്തിൽ പോകുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, എയർപോർട്ടിൽ ഭയങ്കരമായിട്ടുള്ള ചെക്കിംഗ് ആണ്. പക്ഷേ എന്നിട്ടും ഇതിലൊക്കെ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് മനസ്സിലാവാത്തത്? മേ ബി ചിലപ്പം 100 പേര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 1-2 പേര് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ ആ കീടങ്ങളെ കൃത്യമായിട്ട് എടുത്ത് കളയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട് ഉറപ്പായിട്ടും മാറ്റൂ. കാരണം നമ്മുടെ നാട്ടിലല്ല ഇതിൻ്റെയൊക്കെ ഉറവിടം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉൽപ്പാദനം നടക്കുന്നതെങ്കിൽ മറ്റൊരു നാട്ടിൽ നിന്ന് കൃത്യമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അപ്പം അവരെ കണ്ടെത്തുക, ആ പുഴുക്കളെ, ആ കീടങ്ങളെ തുരത്തുക എന്നൊരു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് ചെയ്യാത്തടത്തോളം കാലം നമ്മുടെ കുട്ടികളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഭയങ്കര ഐക്യമാണ്. ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഐക്യ ലെവലാണ്. നമുക്ക് അവരായിട്ട് ഈ പറയുന്ന മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം തന്നെ നമുക്കറിയത്തില്ലേ, പറയുന്ന വിസാറ്റ് പോലുള്ള കാര്യങ്ങളിനകത്ത് പെൺകുട്ടികൾ പൂജപ്പുരയിൽ നിന്ന് കൊടുത്തിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇതുപോലെ അത്രയും ലെവലിലാണ് കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും കുട്ടികൾ എത്ര വളർന്ന് എത്ര IQ ലെവൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് എന്ത് ഉപയോഗിക്കണം എന്ത് ഉപയോഗിക്കേണ്ടെന്നൊരു തിരിച്ചറിവില്ലാത്ത വിധത്തിലേക്ക് ഇതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം അവരിലേക്ക് ആഴത്തിൽ വേര് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അടിവേര് കൃത്യമായിട്ട് അറുത്തെടുക്കുക എന്നൊരു സംഭവമാണ്. അതിനാണ് ആദ്യമേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതല്ലാതെ ബോധവൽക്കരണ പരിപാടി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഭവമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിലപ്പുറത്തേക്ക് ആ സ്കൂൾ അല്ലെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഒരു ടീമിനെ നിയന്ത്രിക്കുക, സ്കൂൾ ക്ലാസ്സിലുള്ള അങ്ങനെയുള്ള കുട്ടികളായിട്ട് തിരഞ്ഞെടുക്കുക, എന്നിട്ട് അവരെ മുഖേന ഇങ്ങനൊരു സംഭവം. അതല്ലാതെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സോ എക്സൈസ് ഓഫീസേഴ്സോ ബാക്കി ആൾക്കാരോ എക്സൈസ് ഓഫീസേഴ്സോ ഒന്നും ഇതിൻ്റെ മുന്നായിട്ട് സ്കൂൾ തലത്തിൽ പോയി പ്രസംഗിച്ചതുകൊണ്ട് ഇതൊന്നും മാറ്റം വരാൻ പോകില്ല. അവർ പ്രവർത്തിക്കേണ്ടത് ഇതിൻ്റെ അടിവേരിറക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെൺകുട്ടികൾ തന്നെ ദുരുപയോഗം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്താണ് സംഭവം? കുഞ്ഞു കുട്ടികൾക്ക് പോലും ഒരു തരത്തിലും രക്ഷയില്ലാത്തൊരു നാടായി നമ്മുടെ കൊച്ചു കേരളം മാറും. ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്. ലഹരി മരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഓരോ യുവത്വം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗോഡ്സ് ഓൺ കൺട്രി ആണ് കേരളമെങ്കിൽ ഇനി അറിയപ്പെടാൻ പോണത് ഉറപ്പായിട്ട് നമ്മുടെ എന്ന് പറയുന്ന ട്രെക്സ് ഓൺ കൺട്രി എന്നായിരിക്കും അറിയപ്പെടാൻ പോണത്. കേരളത്തിൻ്റെ ഈ പറയുന്ന ഒരു ടൈറ്റിൽ ഇനി ക്യാപ്ഷനായിട്ട് കൊടുക്കാൻ പോണത് ഇത്തരത്തിലായിരിക്കും, ഇനിയെങ്കിലും ഇതിന് ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ.